ഇന്നത്തെ വീഡിയോയിൽ ന്യൂ ഇയറിന് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കേക്കിൻ്റെ ഓർഡറാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ഒരു കസിൻ വഴി അവളുടെ ക്ലാസ്സിലേക്കാണ് ഈ ഒരു ഓർഡർ വന്നത്. 5 കിലോ വാഞ്ചോ കേക്കാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4.25 കിലോ അടുപ്പിച്ചാണ് ഉള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ 2 തവണ വാനില കേക്കും 2 തവണ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയത്. കൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേക്ക് ചെയ്യുന്നത്. മാക്സിമം 2 kg വരെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 5 മുട്ട വെച്ചിട്ടാണ് ഓരോ കേക്കും ചെയ്യുന്നത്. ആദ്യം വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് മൈദയും 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതൊക്കെ ഒന്ന് 2 തവണ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു 5 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അല്പം ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ 1/2 കപ്പ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് അല്പാൽപ്പായിട്ട് ഇട്ടിട്ട് ഇതേപോലെ മുട്ട നല്ല സ്റ്റിഫാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ 1.25 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചെറിയ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഇത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത വാനില സ്പോഞ്ച് കേക്കും ഉണ്ടാക്കിയെടുക്കാം. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 5 മുട്ട വെച്ചിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അല്പം ഒന്ന് ബീറ്റ് ചെയ്ത എഗ്ഗ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു എഗ്ഗ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് താന്നു പോകും എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ അടുത്ത ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കേക്കും ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇത് ചൂട് മാറിയ ശേഷം ഓരോ കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബാർ വൈറ്റ് കോമ്പൗണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പകുതി ബാറ് ഡാർക്ക് കോമ്പൗണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയ ശേഷം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വൈറ്റ് കോമ്പൗണ്ടിലേക്കും 1/2 കപ്പോളം ഡാർക്ക് കോമ്പൗണ്ടിലേക്കും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു 2 കപ്പ് ചോക്ലേറ്റ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഒരു 3 കപ്പ് വാനില ക്രീം ആക്കി വെക്കാം.
കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചുറ്റിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഗനാഷ് വയ്ക്കുമ്പോൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം തന്നെ അടുത്ത കേക്ക് പീസും വെച്ച് കൊടുക്കുക. പക്ഷേ ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ പീസാക്കിയിട്ടാണ് കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പീസ് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കട്ട് ചെയ്ത് അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയും എന്നുള്ളവർ നേരിട്ട് തന്നെ കട്ട് ചെയ്യാതെ ഓരോ പീസും അടുത്തടുത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരല്പം കേക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കേക്ക് 5 കിലോ വെയിറ്റ് ആവാത്തത്. അപ്പോൾ നിങ്ങൾക്ക് 5 കിലോ കേക്ക് തന്നെയാണ് വേണ്ടെങ്കിൽ കട്ടൊന്നും ചെയ്യാതെ ഓരോ കേക്കും അടുത്തടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പോളം പഞ്ചസാരയും 2 കപ്പോളം തന്നെ വെള്ളവും എടുത്തിട്ട് തിളപ്പിച്ച് ചൂടൊക്കെ മാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതിന് മുകളിൽ ചോക്ലേറ്റ് ക്രീം വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വശത്തും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി കൊടുത്ത് ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഗനാഷിന് പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനി അടുത്ത ലെയറായിട്ട് വാനില കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതേ ലെവലിൽ കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയും അല്പം പീസ് കേക്ക് ബാക്കി വരും. ഇനി ഇത് ജസ്റ്റ് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിൽ വാനില ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വൈറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോ ലെയറും ചെയ്തെടുക്കാം. പിന്നെ അടുത്ത ലെയർ ചോക്ലേറ്റ് കേക്ക്, അതേപോലെ ഏറ്റവും മുകളിൽ വാനില കേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള പീസ് കേക്കാണ് ബാക്കി വരുന്നത്. കേക്ക് ഞാനിവിടെ മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. ഞാൻ ഇത്രയും ഭാഗം രാത്രി ചെയ്തിട്ട് ബാക്കി രാവിലെയാണ് ചെയ്യുന്നത്. ഇത് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വൈറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ മെല്ലെ ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്രീമൊക്കെ ഇളകി വരും. ശേഷം ഡാർക്ക് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നന്നായി തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലും ചുറ്റിലായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെക്കറേഷൻസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.